സീരിയൽ പ്രേമികളുടെ ഇഷ്ട പരമ്പരകളിൽ ഒന്നാണ് സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ. ഒരിടക്കാലത്ത് പരമ്പരയ്ക്കെതിരെ വ്യാപകമായ ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും പരമ്പരയിലെ താരങ്ങളുടെ അഭിനയം എന്നും നമ്പർ 1 ആയിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് നായകനായ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രബിൻ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പ്രബിൻ വിഷ്ണുവായി എത്താതിരുന്നതോടെ ആരാധകർ മുഴുവൻ അങ്കലാപ്പിലായിരുന്നു. ഒടുവിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകളുമായി മുന്നേറുന്ന പരമ്പരയിലേക്ക് വിഷ്ണുവിനെ തേടി മരണമെത്തിയപ്പോൾ ആരാധകർ മുഴുവൻ ഞെട്ടുകയായിരുന്നു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് താരം പങ്കുവച്ച ഒരു കുറിപ്പാണ് പ്രേക്ഷക മനസ്സുകളിൽ വേദന നിറയ്ക്കുന്നതും ചർച്ചയാകുന്നതും. പരമ്പരയിൽ പ്രബിൻ്റെ അസാന്നിധ്യത്തിൻ്റെ വിഷമം പങ്കുവയ്ക്കുന്നവർക്കുള്ള മറുപടിയായാണ് പ്രബിൻ്റെ ഈ കുറിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നു. എന്തെഴുതണമെന്നറിയില്ല. ഒരുപാട് വേദനയുണ്ട്. എങ്കിലും ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും എനിക്ക് വാക്കുകളില്ല. വിഷ്ണു എന്ന കഥാപാത്രം വിട്ടുപിരിയുന്നതിൽ ഒരുപാട് വേദനയുണ്ട്. പല രാത്രികൾ എനിക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ എന്നെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർ, വിഷ്ണു എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട കുരുന്നുകുട്ടികൾ, ഇവരുടെയെല്ലാം വിഷമങ്ങൾ കേട്ട് ഒരുപാട് സങ്കടം തോന്നി. വിഷ്ണുവിനെ വളർത്തിയത് നിങ്ങൾ പ്രേക്ഷകരാണ്. നിങ്ങൾ തന്ന പിന്തുണയാണ് എനിക്കും കുടുംബശ്രീ ശാരദയിലെ അണിയറ പ്രവർത്തകർക്കും വിഷ്ണു എന്ന കഥാപാത്രത്തിന് കുറച്ചെങ്കിലും നീതി പുലർത്താൻ സാധിച്ചത്. കുടുംബശ്രീ ശാരദയിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ ഓർത്തു പോകുന്നു. ഒരുപാട് നന്ദി. വിഷ്ണുവിന് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇനിയും നല്ല കഥാപാത്രങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും. അത് നല്ലതാണെങ്കിൽ മാത്രം, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നുവെങ്കിൽ മാത്രം. നിങ്ങൾ വിഷ്ണു എന്ന കഥാപാത്രത്തിന് കൊടുത്ത പിന്തുണ നരേൻ എന്ന കഥാപാത്രത്തിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, നരേൻ ജനിച്ചതുകൊണ്ടല്ല വിഷ്ണു മരിച്ചത്. വിഷ്ണു മരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് നരേൻ ജനിച്ചത്. നന്ദി. സ്നേഹിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കും കൂടെ നിന്നവർക്കും എന്നാണ് താരം കുറിച്ചത്. അതേസമയം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഈ പുഴയും കടന്ന് എന്ന സീരിയലിലാണ് പ്രബിൻ അഭിനയിക്കുന്നത്. 2 ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് പ്രബിൻ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ എത്തുന്നത്. പ്രേം സമ, ബോംബ് ടോയി എന്ന 2 ഷോർട്ട് ഫിലിമുകളിലൂടെയായിരുന്നു നടൻ്റെ എൻട്രി. പക്ക പ്രൊഫഷണൽ രീതിയിലുള്ള എൻട്രി ചെമ്പരത്തി എന്ന സീരിയലിലൂടെയാണ്. ഒരുപാട് ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു പ്രബിൻ. എല്ലാവരോടും ഇപ്പോഴും അവസരങ്ങൾ ചോദിക്കാറുമുണ്ട്. അങ്ങനെ ഒരാഗ്രഹത്തിൻ്റെ പുറത്തുപോയ ഒരു ഓഡീഷനായിരുന്നു സീ കേരളത്തിൻ്റേത്. അതിലൂടെയാണ് ചെമ്പരത്തിയിലെത്തിയത്. തൃശ്ശൂർ സ്വദേശിയായ പ്രബിൻ ജോലിക്കൊപ്പമാണ് ഈ അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സീരിയലുകളിൽ ഉത്തരവാദിത്തമില്ലാത്ത കുട്ടിത്തം നിറഞ്ഞ കഥാപാത്രങ്ങളൊക്കെയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ കക്ഷി അങ്ങനെയല്ല. മൾട്ടിനാഷണൽ കമ്പനിയിലെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥയായ സ്വാതിയെയാണ് പ്രബിൻ വിവാഹം ചെയ്തിരിക്കുന്നത്. പ്രണയവിവാഹമായിരുന്നു 2 പേരുടെയും. 1.5 വയസ്സിലാണ് പ്രബിന് അച്ഛനെ നഷ്ടമായത്. പിന്നീട് അമ്മ ശോഭകുമാരിയുടെയും അമ്മൂമ്മ മാധവിയുടെയും ലോകത്തായിരുന്നു പ്രബിൻ്റെ ജീവിതം. അമ്മ കോടതി ജീവനക്കാരിയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.